വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓട്ടോറിക്ഷ തൊഴിലാളികൾ മുഖ്യ തപാൽ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് മാർച്ചും ധർണയും നടത്തി. ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു സംസ്ഥാന വ്യാപകമായ സമരം. This news sponsored by Bobby Jamanor International Jewelers, traditionally trusted for 162 years. കേന്ദ്ര സർക്കാരിന്റെ പുതിയ ട്രാഫിക് നിയമ നടപടികൾ പിൻവലിക്കുക, വാഹനങ്ങളുടെ പെർമിറ്റും ഡ്രൈവറുടെ ലൈസൻസും സസ്പെൻഡ് ചെയ്യുന്ന നടപടി പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലാളികൾ പുതിയകോട്ടയിലെ ഹെഡ് പോസ്റ്റ് ഓഫീസ് കേന്ദ്രീകരിച്ച് മാർച്ചും ധർണയും നടത്തിയത്. ഓട്ടോ ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം കേരളത്തിലുടനീളം നടന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടായിരുന്നു കാഞ്ഞങ്ങാട്ടെയും പ്രതിഷേധം. CITU കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് കാറ്റാടി കുമാരൻ ധർണ ഉദ്ഘാടനം ചെയ്തു. സഹായിക്കുന്നതിന് വേണ്ടി അവരുടെ ഗോഡൌണുകളിൽ കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ വിറ്റഴിക്കാൻ ആവശ്യമായുള്ള നിലയിലേക്കാണ് കേന്ദ്ര ഗവൺമെൻറ് ഈ നയം സ്വീകരിച്ചത്. അതിൻ്റെ ഫലമായി നമ്മുടെ നാട്ടിലെ ടാറ്റ, അതുപോലെ ഹിന്ദുസ്ഥാൻ തുടങ്ങിയിട്ടുള്ള വാഹന നിർമ്മാതാക്കൾക്ക് അവർക്ക് ഇഷ്ടം പോലെ സൗകര്യമായി. ഇവിടെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നതല്ല, വിദേശ രാജ്യങ്ങളിൽ നിന്നും നല്ല ആഡംബരമായിട്ടുള്ള കാറുകൾ വരികയാണ്. ചില കാറുകൾ എന്നൊക്കെ പറഞ്ഞാൽ 1 കോടിയല്ല അതിലധികം വില വരുന്ന വാഹനങ്ങൾ ഈ റോഡ് നിറഞ്ഞു പോവുകയാണ്. പാവപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളി ഇങ്ങനെ ഒരു സൈഡിലേക്ക് കൂടി ഒതുങ്ങി ഇങ്ങനെ പോകും. അപ്പം ഈ വാഹനങ്ങളുടെ എണ്ണം യാതൊരു നിയന്ത്രണമില്ലാതെ വരുന്നതിൻ്റെ ഫലമായിട്ടാണ് ട്രാഫിക് ലംഘനങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത്. ചടങ്ങിൽ യൂണിയൻ കാഞ്ഞങ്ങാട് ഏരിയ പ്രസിഡന്റ് M. പുക്ലൻ അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗം UK പവിത്രൻ, ഡിവിഷൻ സെക്രട്ടറിമാരായ പ്രമോദ് മണലിൽ, ഉണ്ണി പാലത്തിങ്കാൽ, സുനിൽകുമാർ വേലാശ്വരം എന്നിവർ സംസാരിച്ചു. ഏരിയ സെക്രട്ടറി P. രാഘവൻ സ്വാഗതം പറഞ്ഞു. ഓട്ടോ തൊഴിലാളി യൂണിയൻ കാസർഗോഡ് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാസർഗോട്ടെ ഹെഡ് പോസ്റ്റ് ഓഫീസ് കേന്ദ്രീകരിച്ച് നടത്തിയ മാർച്ചും ധർണയും യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി AR ധന്യവാദ് ഉദ്ഘാടനം ചെയ്തു. 45 ദിവസത്തിനകം അടച്ചില്ല എങ്കിൽ അവരെ ക്രിമിനൽ കുറ്റത്തിന്റെ ഭാഗമായിട്ട് മാറ്റുന്ന സുരക്ഷയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, ഇപ്പോഴത്തെ ഫൈൻ എന്ന് പറയുന്നത് നമ്മുടെ നിയമത്തിൻ്റെ പരിധികൾ ഉപയോഗിച്ചുകൊണ്ട്, നിയമത്തെ വക്രീകരിച്ചുകൊണ്ട്, നിയമത്തിൻ്റെ സഹായത്തിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഓരം ചേർന്നുകൊണ്ട് എങ്ങനെ തൊഴിലാളികളെ ദ്രോഹിക്കാമെന്നുള്ള പരീക്ഷണം നടത്തുന്ന ചില ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ളത് വിസ്മരിക്കുന്നില്ല. ചടങ്ങിൽ P. കുഞ്ഞിരാമൻ അധ്യക്ഷനായി. N. രാമൻ, യോഗേഷ എന്നിവർ സംസാരിച്ചു. യൂണിയൻ ഏരിയ സെക്രട്ടറി ഷാഫിയെ ചാലക്കുന്ന് സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ് വിഷൻ.